ബസ് കാത്തു നിൽക്കുന്ന ഒരു ബസ് സ്റ്റാൻഡുണ്ട് പാലക്കാട് ജില്ലയിൽ. മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള ഗാർഡൻ ബസ് സ്റ്റാൻഡാണ് ആർക്കും ഉപകാരമില്ലാതെ കാടുകയറി കിടക്കുന്നത്. മതിയായ പഠനം നടത്താതെയാണ് ആളില്ലാത്ത സ്ഥലത്ത് സ്റ്റാൻഡ് പണിതതെന്നാണ് വിമർശനം. കേരളത്തിന്റെ വൃന്ദാവനമെന്നാണ് മലമ്പുഴ ഡാമിനെയും ഉദ്യാന കേന്ദ്രത്തെയും വിശേഷിപ്പിക്കുന്നത്. ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വരുന്ന ബസ്സുകൾ നിർത്തിയിടേണ്ട ബസ് സ്റ്റാൻഡാണ് കാടുകയറി കിടക്കുന്നത്. മലമ്പുഴ ഗാർഡൻ ബസ് സ്റ്റാൻഡ് എന്നാണ് ഇതിന്റെ പേര്. മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ റോക്ക് പാർക്കിന്റെ എതിർവശത്തായി ജലവിഭവ വകുപ്പിന്റെ സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് കെട്ടിടമുള്ളത്. 2016 ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണിത്. മലമ്പുഴ ഉദ്യാനത്തിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് വരുമോ എന്നറിയാൻ ഇന്നും കാത്തിരിപ്പാണ്. 2016 അവിടെ ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റി തുടങ്ങിയത്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 16-26 10 വർഷത്തിന് മേലായി. ഇന്ന് വരെ ഒരു വാഹനം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിത്തീർത്തെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇന്ന് വരെ ഒരു വാഹനം ഈ പോയിന്റ് വിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. എല്ലാ വാഹനങ്ങളും ഇവിടെ വരിക, റോഡിന് മൊത്തം മാർഗ്ഗ തടസ്സങ്ങൾ ഉണ്ടാക്കുക. ഇവിടെ തന്നെ ഇപ്പോൾ 2-3 ആക്സിഡൻറ്റ് പ്രത്യക്ഷത്തിൽ ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് നടന്നതാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരമാണ്. ബസ് സ്റ്റാൻഡ് മാത്രമല്ല, ഇപ്പോൾ ഗാർഡൻ്റെ അവസ്ഥയാണെങ്കിലും റോഡിൻ്റെ അവസ്ഥയാണെങ്കിലും ഇവിടെ ഓരോ പാർട്ടിക്കാരും ഓരോ മാസവും റോഡിൽ കടന്ന് ഉരുണ്ട കാലങ്ങൾ വരെ ഉണ്ടായിരുന്നു. 7 വർഷത്തോളമായി ആ റോഡ് തന്നെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കാൻ വന്നിട്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ റോഡ് ശരിയല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോകാത്തത് എന്ന് പല കാരണങ്ങളും ബസ്സുകാർ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കെട്ടി ഒരു 1.5 കോടിയോ 1 കോടി എന്താണ് അതിൻ്റെ ടാർഗറ്റ്. അത് കെട്ടിയിട്ടു എന്നല്ലാതെ അതിൽ രാത്രി ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല. രാത്രി കുറേ പട്ടികളും പിന്നെ കുറേ അനാശാസ്യ പ്രവർത്തനങ്ങളും മദ്യപാനവും അതൊക്കെ അത് മാത്രമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വരുന്നവർ ഉദ്യാനത്തിന് മുന്നിലിറങ്ങും. പിന്നെ എന്തിന് ബസ് ഇവിടെ കൊണ്ടിടണമെന്ന് ചോദിക്കുന്നു ബസ് ജീവനക്കാർ. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് പണിയുകയാണ് ലക്ഷ്യമെങ്കിൽ അത് പൂർത്തിയായിട്ട് 10 വർഷം കഴിഞ്ഞു. അത് നാടിന് ഉപകാരപ്പെടുക എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ ഇനിയും ദൂരമുണ്ട്. തിരക്കേറിയ മലമ്പുഴ ഉദ്യാന കവാടത്തിന് മുന്നിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടത്തോടെ നിർത്തിയിടുന്നത് ഗതാഗത കുരുക്കിനും അപകടത്തിനും കാരണമാകുന്നു. മലമ്പുഴയിലേക്ക് എത്തുന്ന കാറുകൾ, ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിലാണ് ഒരേ സമയം 3-ലധികം ബസ്സുകൾ നിർത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.